Hi guys, welcome back to VLearn Study Platform. Daily newspaper analysis ആണ്. Let's start. First news polity related ആണ്. Budget session from Jan 29. Jan 29 budget section വിളിച്ചു കൂട്ടാനായിട്ട് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പാർലമെൻ്ററി അഫയേഴ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 8 അത് കൺക്ലൂഡ് ചെയ്യും. ഈ ഇയറിലെ ഫസ്റ്റ് സെഷൻ ആണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ജോയിൻറ്റ് സിറ്റിംഗ് അഡ്രസ്സ് ചെയ്യുന്നത് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ ലോകസഭയ്ക്ക് മുമ്പിൽ യൂണിയൻ ബഡ്ജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിച്ചു തുടങ്ങും. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ആരാണ്? പ്രസിഡൻ്റ് ആണല്ലേ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ പ്രസിഡൻറ്റിന് എന്തിൻ്റെ പവറുണ്ട്? അസംബ്ലി സമൺ ചെയ്യാനുള്ള പവറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രസിഡൻറ്റ് പ്രൈം മിനിസ്റ്ററിൻ്റെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെയും അഡ്വൈസ് അനുസരിച്ച് മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെഷൻ കൂടുന്നതിനുള്ള പ്രൊപ്പോസൽസ് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അതിനുശേഷം എന്ത് ചെയ്യും? പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ആരെ അഡ്വൈസ് ചെയ്യും? പ്രസിഡൻറ്റിനെ അഡ്വൈസ് ചെയ്യും. ഇനി ഒരു പ്രൈവറ്റ് ബില്ലൊക്കെ വരുവാണെങ്കിലും തന്നെയും അത് നോൺ ഒഫീഷ്യൽസ് ആയിട്ടുള്ള തിങ്ങാണ്. അങ്ങനെ വരുമ്പോഴും ഈ ക്യാബിനറ്റ് കമ്മിറ്റി തന്നെയാണ് അത് റിവ്യൂ ചെയ്യുന്നത്. ആ കേസിൽ മാത്രം, പ്രൈവറ്റ് ബിൽസ് വരുന്ന കേസിൽ മാത്രം അത് ഹെഡ് ചെയ്യുന്നത് യൂണിയൻ ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ബഡ്ജറ്റ് സെക്ഷനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പം പാർലമെൻറ്റിൽ ഒരുപാട് സെഷൻസ് ഉണ്ട്. മൺസൂൺ സെഷൻ, വിൻ്റർ സെഷൻ, ബഡ്ജറ്റ് സെഷൻ, പിന്നെ സ്പെഷ്യൽ സെഷൻസ് ഉണ്ട്, ജോയിൻറ്റ് സിറ്റിങ്ങും ഉണ്ട്. പക്ഷേ ഇതിനെ പറ്റിയൊന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സിറ്റിങ്ങും പിന്നെ നെക്സ്റ്റ് സിറ്റിങ്ങിൻ്റെയും ടൈം ക്യാപ്പ് 6 മാസത്തിൽ കൂടാൻ പാടില്ല. അങ്ങനെ വരുമ്പം ഒരു വർഷത്തിൽ 2 വട്ടമെങ്കിലും എന്ത് ചെയ്യണം? പാർലമെൻറ്റ് കൂടിച്ചേരണം. നെക്സ്റ്റ് ന്യൂസ് പോളിറ്റി റിലേറ്റഡ് ആണ്. സുപ്രീം കോർട്ട് ക്ലിയേഴ്സ് സെൻറ്റേഴ്സ് പ്ലാൻ ടു ബിൽഡ് എ 3 times ബിഗ്ഗർ പാർലമെൻറ്റ്. നമുക്കറിയാം പാർലമെൻറ്റ് ഒരു 90 വർഷമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്, ഒരു ഓൾഡ് ഹെറിറ്റേജ് ആണ്. അപ്പോൾ ഇതിപ്പം സെൻറ്ററിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പമുള്ള പാർലമെൻറ്റിനേക്കാളും 3 മടങ്ങ് വലിയ ഒരു പാർലമെൻറ്റ് നിർമ്മിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷേ സുപ്രീം കോർട്ട് പറയുന്നത് ഇതിനു വേണ്ടി ഒരു ലാർജ് എമൗണ്ട് ആണ് പ്രൊപ്പോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു സിംഗിൾ പ്രോജക്റ്റിന് വേണ്ടി ഇത്രയും വലിയ എമൗണ്ട് ഇടാതെ പല പ്രോജക്റ്റിനായിട്ട് ഡിവൈഡ് ചെയ്യാനാണ് സുപ്രീം കോർട്ട് പറയുന്നത്. നമുക്കിതൊന്നുമല്ല വേണ്ടുന്നത്, നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നോക്കേണ്ടത്. നമ്മുടെ പാർലമെൻറ്റുമായിട്ട് സാമ്യമുള്ളൊരു ടെമ്പിൾ ഇന്ത്യയിലുണ്ട്. ആ ടെമ്പിളിൻ്റെ പേരാണ് എഗതാസോ മഹാദേവ ടെമ്പിൾ. മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഈ ടെമ്പിളിന് മറ്റൊരു പേരുണ്ട്, ചോസാദ് യോഗിനി ടെമ്പിൾ. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈൽ നദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഡാമിൻ്റെ പേരിൽ എത്യോപ്യയും ഈജിപ്തും തമ്മിൽ ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട്. സോ നൈൽ നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. നൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് റിവർ ഇൻ ദി വേൾഡ് ആണ്. അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇക്വേറ്ററിൻ്റെ സൗത്തിൽ നിന്നാണ്. മെഡിറ്ററേനിയൻ സീയിലാണ് അത് ചെന്ന് ചേരുന്നത്. നൈലിൻ്റെ 3 മെയിൻ ട്രിബ്യൂട്ടറീസ് ആണ് വൈറ്റ് നൈൽ, ബ്ലൂ നൈൽ, അറ്റ്ബാര. നെക്സ്റ്റ് ന്യൂസ് അഗ്രികൾച്ചർ റിലേറ്റഡ് ആണ്. ന്യൂ ഫാം ലോസ്. നമുക്കതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന റീഫോംസ് എല്ലാം തന്നെ അഗ്രികൾച്ചർ സെക്ടറിന് നല്ലൊരു ഷോക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ ഫാമേഴ്സിനും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പഴയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം പണ്ട് LPG റീഫോംസ് ഇൻ 1991 അത് പെട്ടെന്ന് കൊണ്ടുവന്നപ്പോഴേക്കും ഒരുപാട് ഇൻഡസ്ട്രീസ് കൊളാപ്സ് ആവാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രീസ് പൂട്ടാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു? അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് സഡൻലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു LPG റീഫോംസ് ഇൻ 1991 നമ്മൾ സെക്കൻഡ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. സോ ഇതേപോലെ തന്നെ ഇപ്പം കൊണ്ടുവന്ന ന്യൂ ഫാം ലോസും അഗ്രികൾച്ചർ സെക്ടറിൽ ഇതുപോലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. നമുക്കറിയാം എല്ലാ സ്റ്റേറ്റിലും APMC ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് ഫാമേഴ്സിന് കൊടുത്തേക്കുന്നത്. APMC എന്താണ്? അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി. അപ്പോൾ ഈ ഒരു കമ്മിറ്റി എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. പക്ഷേ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 60കളിലാണ്. സോ ഈ മാർക്കറ്റിംഗ് എന്താണ്? വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ആണ്. സോ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് കൊണ്ടുവന്നതോടുകൂടി എപ്പോഴും ഫാർമേഴ്സിനും കോർപ്പറേറ്റ്സിനും ഇടയിലൊക്കെ ആയിട്ട് എന്താണ്? ഒരു മിഡിൽ മാൻ വരുവാണ്. ഈ മിഡിൽ മാൻ എന്ത് ചെയ്യും? ഫാമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഈ മിഡിൽ മാനെ ബൈപ്പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഫാർമേഴ്സിൻ്റെ ഇൻകം കൂട്ടാൻ വേണ്ടിയാണ് ന്യൂ ഫാം ലോസുമായിട്ട് ഗവൺമെൻറ് വന്നത്. ഗവൺമെൻറ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചർ ഔട്ട്പുട്ട് എന്ത് ചെയ്യുക? ഒരു ഫ്രീ മാർക്കറ്റ് ഫോഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, ഫ്രീലി കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതായത് ഫാമേഴ്സിന് എന്താണ്? ഔട്ട്സൈഡ് ആയിട്ടുള്ള, അതായത് ഈ APMC ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് ഫുഡ് പ്രൊഡ്യൂസിങ് ഇൻഡസ്ട്രീസും കോർപ്പറേറ്റ്സുമായിട്ട് ടൈപ്പ് ചെയ്യാം. സോ ഈ ഒരു ഡയറക്റ്റ് ടൈപ്പിനെ നമുക്ക് കോൺട്രാക്ട് ഫാമിംഗ് എന്ന് വിളിക്കാം.
ഇങ്ങനെ ഒരു കോൺട്രാക്ട് ഫാമിംഗ് കൊണ്ടുവന്നതോടുകൂടി എഫിഷ്യൻസി കൂടും, ഫാമേഴ്സിൻ്റെ ഇൻകവും കൂടും, ഫുഡ് വേസ്റ്റിംഗ് കുറയാനുള്ള സാധ്യതയും ഉണ്ട്. ഫുഡ് വേസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ലോജിസ്റ്റിക്സ് ഒന്നും അത്ര ബെറ്റർ ഒന്നുമല്ല ഫാമേഴ്സിൻ്റെ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സമയത്തേക്ക് ഫാം പ്രോഡക്റ്റ്സ് ഒന്നും സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഫുഡ് വേസ്റ്റിംഗ് ഒഴിവാക്കാൻ കൂടി ഇത്തരം കോൺട്രാക്ട് ഫാമിംഗ് സഹായിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഫാം ലോസ് വളരെ ബെറ്ററാണെന്ന്. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമേഴ്സ് കുറേ കൺസേൺ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു ഫ്രീ മാർക്കറ്റിൽ അവരുടെ പ്രൊഡക്റ്റിന് കൊടുക്കുന്ന പ്രൈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. പക്ഷേ ഫാമേഴ്സിന് അത് മാത്രം പോരാ, മാർക്കറ്റിൻ്റെ അപ്പും ഡൗണും അനുസരിച്ച് അതും കൂടി ആഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പം എക്കണോമിയിൽ പെട്ടെന്നൊരു ഇടിവ് വരുവാണെങ്കിൽ അത്രയും ലോ ഉള്ളൊരു പ്രൈസ് കൊടുക്കാതെ ഒരു മിനിമം സപ്പോർട്ടീവ് പ്രൈസ് ഫിക്സ് ചെയ്യണമെന്നും ഫാർമേഴ്സ് പറയുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോർപ്പറേറ്റ്സുമായിട്ടാണ് ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഉണ്ടാവും, പിന്നെ കോർപ്പറേറ്റ്സിൻ്റെ ലോയേഴ്സ് ഉണ്ട്, പിന്നെ ഇവരുടെ ഇപ്പം ഈ ഫുഡ് ഇൻഡസ്ട്രീസിലാണെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. ഇവരുടെയൊക്കെ ഇൻ്റർഫറൻസ് വളരെ കൂടുതലായിരിക്കും. ചില സമയം അതും ഫാമേഴ്സിനെ ഈ മിഡിൽമാനെ പോലെ തന്നെ അതിന് പകരമായിട്ട് ഈ ലോയേഴ്സും ഈ റെപ്രസെൻറ്റേറ്റീവും ഒഫീഷ്യൽസും ഒക്കെ ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ന്യൂ ഫാം ലോസ് ഫാർമറിനെയും കോർപ്പറേറ്റ്സിനെയും ഡയറക്റ്റ് കണക്ട് ചെയ്യുകയാണ്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ അൺഈക്വലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നേരത്തെ പറഞ്ഞ APMC ബേസ്ഡ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമേഴ്സിന് ഓൾറെഡി അറിയാവുന്നൊരു തലവേദനയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു കൺസേണോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ഒരു റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടെന്ന് അവർക്കറിയാം. അതുപോലെ തന്നെ അവർക്ക് ലോക്കൽ ലീഡേഴ്സ് വഴിയായിട്ട് സംസാരിച്ചിട്ട്, അതൊരു ഗവൺമെൻറ് സ്കീം ആയതുകൊണ്ട് തന്നെ ലോക്കൽ ലീഡേഴ്സുമായിട്ട് സംസാരിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അവർക്ക് പറ്റും. പക്ഷേ ഇപ്പം കൊണ്ടുവന്ന പുതിയ സിസ്റ്റം അവർക്ക് അറിയത്തുകൂടിയില്ല. അതുമാത്രമല്ല, കോർപ്പറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു നാഷണൽ ലെവലിൽ മാത്രമായിരിക്കത്തില്ല, ഗ്ലോബൽ കോർപ്പറേറ്റ്സും ഇതിൽ ഇൻവോൾവ് ആവും. അപ്പോൾ നമുക്കറിയാം മെജോറിറ്റി ഓഫ് ഫാർമേഴ്സും സ്മാൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സാണ്. അപ്പോൾ ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഈ കോർപ്പറേറ്റ്സിന് വളരെ എളുപ്പമായിരിക്കും. കാരണം കോർപ്പറേറ്റ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ബാർഗെയിനിങ് പവർ നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ കോർപ്പറേറ്റ്സ് വരുമ്പം ലാംഗ്വേജും ഒരു ബാരിയറായിട്ട് മാറും. അതായത് മുമ്പത്തെ സിസ്റ്റവും ഇപ്പോഴത്തെ സിസ്റ്റവും കമ്പയർ ചെയ്യുമ്പോൾ പുതിയ ഫാം ലോയിൽ ഒരു റെഗുലേറ്ററി അതോറിറ്റി ഇല്ല. സോ ഇപ്പം പ്രശ്നം ഇച്ചിരി രൂക്ഷമായതുകൊണ്ട് ഗവൺമെൻറ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് സിസ്റ്റമായിട്ടുള്ള APMC സിസ്റ്റവും ഇപ്പം പറഞ്ഞേക്കുന്ന ന്യൂ ഫാം ലോസും പാരലായിട്ട് കൊണ്ടുപോകാം എന്നാണ് പറഞ്ഞത്. പക്ഷേ സീരിയസ്ലി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ APMC ബേസ്ഡ് മാർക്കറ്റും ഫാമറിനുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ്സുമായിട്ട് ഫ്രീ ആയിട്ട് അവർക്ക് സഹകരിക്കാനുള്ള മാർക്കറ്റും ഉണ്ട്. ഈ കോർപ്പറേറ്റ്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫാമേഴ്സിന് ഹയർ ഇൻകം, അതായത് ഗവൺമെൻറ് പറയുന്ന MSP പ്രൈസിനേക്കാളും ഹയർ ഇൻകം കൊടുക്കാമെന്ന് പറയും. അപ്പം തീർച്ചയായിട്ടും ഫാമേഴ്സ് എല്ലാം അങ്ങോട്ട് പുഷ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പതുക്കെ ആരുടെ മോണോപോളി ആയിട്ട് മാറും? ഈ കോർപ്പറേറ്റ്സിൻ്റെ മോണോപോളി ആയിട്ട് മാറും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു അൺഈക്വൽ റിലേഷൻഷിപ്പാണ്. പതുക്കെ MSP എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന MSP എന്ന് പറയുന്ന പ്രൈസ് ഒരു ഇറലവൻ്റ് ആയിട്ട് മാറുകയും പിന്നീട് വെച്ച് കഴിഞ്ഞാൽ ഈ ബാർഗെയിനിങ് പവറിലൂടെ കൂടി സ്ലോലി അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ഫാർമേഴ്സിനെ അവരുടെ കയ്യിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് എത്ര പ്രൈസ് വേണമെങ്കിലും താഴ്ത്തി പറയാൻ പറ്റും. അതുപോലെ ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസ് വളരെ കുറവാണ്, പക്ഷേ മില്യൺസ് ഓഫ് ജനങ്ങളാണ് ഈ ഒരു ഫീൽഡ് കൊണ്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കണ്ടീഷൻസ് കാര്യങ്ങൾ ഇപ്പോൾ കോർപ്പറേറ്റ്സിൻ്റെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ ഇവർ സഫർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണ്. ചേഞ്ചിങ് കോണ്ടൂർസ് ഓഫ് ഇന്ത്യ ആൻഡ് UK ടൈസ്. നമുക്കറിയാം Jan 26 റിപ്പബ്ലിക് ഡേ ആണ്. പ്രൈം മിനിസ്റ്റർ ഓഫ് ബ്രിട്ടൻ ബോറിസ് ജോൺസണെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ ഫോറിൻ ഡിഗ്നിറ്ററീസിനെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഇത് കാണിക്കുന്നത് നമ്മുടെ ഡിപ്ലോമസി കൺസേൺസിന് ഒരു സിംബോളിക് വാല്യൂ കൊടുക്കുകയാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിംബോളിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പറയാം 2014 നമ്മൾ എല്ലാ SAARC കൺട്രീസിലെ ലീഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻവിറ്റേഷനിലൂടെ നമ്മൾ ഇന്ത്യയിലെ ഫസ്റ്റ് നെയ്ബർഹുഡ് പോളിസി നമ്മൾ ലോഞ്ച് ചെയ്തിരുന്നു. അപ്പം നമ്മൾ ആ ഒരു ഇൻവിറ്റേഷനിലൂടെ
നമ്മുടെ നെയ്ബർഹുഡ് കൺട്രീസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് ഉദ്ദേശിക്കുന്നത് സിംബോളിക് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു ഇൻവിറ്റേഷനിലൂടെ കൂടി നമ്മളുടെ ചുറ്റുമുള്ള വേൾഡിലുള്ള എല്ലാ ഡിപ്ലോമാറ്റിക് റിലേഷൻസും ബൂസ്റ്റ് ചെയ്യുന്നു. നമുക്കറിയാം, നമുക്കൊരു മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഉണ്ട്. അത് ആണ് എക്സ്റ്റേണൽ അഫയേഴ്സിന് വേണ്ടിയുള്ള നോഡൽ മിനിസ്ട്രി ആയിട്ടുള്ളത്. അപ്പം അവരാണ് ഇന്ത്യൻ ഫോറിൻ പോളിസി എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. അപ്പം നെഹ്റുവിൻ്റെ കാലഘട്ടം തൊട്ട് ഇപ്പം വരെയും പ്രൈം മിനിസ്റ്ററിൻ്റെ ഡിസ്ക്രിറ്ററി പവറാണ്. അതായത് ഒരു ക്യാബിനറ്റിനോ ഫോറിൻ മിനിസ്ട്രിക്കോ ഡിഫൻസ് മിനിസ്ട്രീസിനോ ഈവൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനോ ഒന്നും തന്നെ ഇതിൽ ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. പ്രൈം മിനിസ്റ്ററിൻ്റെ ഇൻഡിവിജ്വൽ ഫ്രീഡമാണ് ആരെ ഇൻവൈറ്റ് ചെയ്യണമെന്നുള്ളത്. മോദിയുടെ ഭരണകാലത്ത് നമ്മൾ USA, ഫ്രാൻസ്, UAE, ASEAN കൺട്രീസ്, ബ്രസീൽ, ഇപ്പം UK ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവിറ്റേഷൻസ്, മോദിയുടെ ഇൻവിറ്റേഷൻസ് എല്ലാം നോക്കുവാണെങ്കിൽ എല്ലാം വെസ്റ്റേണുമായിട്ടൊരു ചരിവ് കാണിക്കുന്നുണ്ട്. വെസ്റ്റേൺ കൺട്രീസിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ COVID-19 പുതിയ സ്ട്രെയിൻ UK കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോറിസ് ജോൺസണിന് ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യം അദ്ദേഹം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയുടെ UKയുടെയും ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് തന്നെ അറിയാം, ഹിസ്റ്റോറിക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്, കൊളോണിയൽ പാസ്റ്റ് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ നമുക്കറിയാം, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ എക്സിറ്റ് ചെയ്തിരുന്നു, ബ്രെക്സിറ്റ് എന്ന് പറയും. പക്ഷേ ഇതിപ്പം ഫോർമലൈസ് ചെയ്തേക്കുവാണ്. ഇപ്പം വീണ്ടും യൂറോപ്യൻ യൂണിയനുമായിട്ട് ബ്രിട്ടൻ എന്ത് ചെയ്തേക്കുവാണ്, ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൈൻ വന്നതോടുകൂടി ഇന്ത്യ വീണ്ടും ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ട്രാറ്റജിക് എക്കണോമിക് റിലേഷൻഷിപ്പ് വിത്ത് UK ഒന്നും കൂടി സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഏകദേശം 1.5 മില്യൺ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ജനങ്ങളാണ് UK താമസിക്കുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ 15 MPമാരും ഇന്ത്യൻ ഒറിജിൻസ് ആണ്. അതുപോലെ തന്നെ ക്യാബിനറ്റിൽ, ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ക്യാബിനറ്റിൽ ഹയസ്റ്റ് റാങ്കിങ്ങിലുള്ള 3 പേരും ഇന്ത്യൻ ഒറിജിനാണ്. ആ റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ഫോറിൻ മിനിസ്ട്രിയും ഹോം മിനിസ്ട്രിയും എല്ലാം ഉണ്ട്. ഇതെന്താണ് കാണിക്കുന്നത്? നമുക്ക് ഇതിൽ നിന്ന് ക്വയറ്റ് ക്ലിയർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ് വളരെയധികം ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഒരു ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ ഹയർ ഒഫീഷ്യൽസ് ആയിട്ടുള്ള റാങ്കിങ്ങിൽ ഉൾപ്പെടുത്തുകയും പാർലമെൻറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് ഇന്ത്യയും UK തമ്മിലുള്ള പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ആയതിൻ്റെ സൂചനകളാണ്. ഇപ്പോഴത്തെ ഒരു കോവിഡിൻ്റെ സാഹചര്യത്തിന് തൊട്ട് മുമ്പ് വരെ ടൂറിസം സെക്ടറിലും ഇന്ത്യ UK ടൈസ് വളരെ സ്ട്രോങ്ങർ ആയിരുന്നു. ഏകദേശം 500,000 ആൾക്കാരാണ് ബ്രിട്ടനിലേക്ക് ടൂറിസ്റ്റായിട്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. തിരിച്ച് ഇന്ത്യയിലേക്ക് ഏകദേശം 1 ബില്യൺ ടൂറിസ്റ്റുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിൽ ആയിരക്കണക്കിന് ഇന്ത്യൻ സ്റ്റുഡൻസാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ ഡിഫൻസിലാണെങ്കിലും സെക്യൂരിറ്റിയിലാണെങ്കിലും ഇൻ്റലിജൻസ് ഷെയറിങ് ലൈക്ക് കൗണ്ടർ ടെററിസം, അതുപോലെ തന്നെ മാരിടൈം പൈറസി, എസ്പെഷ്യലി ഇന്ത്യൻ ഓഷ്യനിൽ മാരിടൈം ടൈപ്പും നമ്മൾ UK ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ UK നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺട്രിയാണ്. കാരണം UNSCയിൽ UK പെർമനൻറ്റ് മെമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ വരുന്ന ഇയറിൽ ഇന്ത്യ ഒരു നോൺ പെർമനൻറ്റ് മെമ്പറായിട്ട് ഒരു നെക്സ്റ്റ് 2 ഇയറിലേക്ക് ഇൻക്ലൂഡ് ആവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ UK ആയിട്ടുള്ള ടൈപ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ യൂറോപ്യൻ യൂണിയനും UKയും തമ്മിലുള്ള എഗ്രിമെൻറ്റ് ഇന്ത്യയെ നല്ല രീതിയിൽ ബാധിക്കും. കാരണം ഇന്ത്യക്ക് ഓൾറെഡി യൂറോപ്യൻ യൂണിയനുമായിട്ട് ടൈപ്പ് ഉണ്ട്. അതായത് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എഗ്രിമെൻറ്റിനെ നമ്മൾ ബൈലാറ്ററൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എഗ്രിമെൻ്റ് ആണ് വിളിക്കുന്നത്. അതായത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ട്രേഡ് എഗ്രിമെൻ്റ് ആണ് ബൈലാറ്ററൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എഗ്രിമെൻറ്റ്. പക്ഷേ യൂറോപ്യൻ യൂണിയനിലുള്ള മറ്റ് കൺട്രീസ് ഇൻക്ലൂഡിങ് UK ചേർന്നിട്ട് പറയാണ് ഇന്ത്യ എന്ത് ചെയ്യണം, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, വൈൻ ആൻഡ് സ്പിരിറ്റ് ഇൻഡസ്ട്രി, സർവീസ് സെക്ടർ, ഇത്തരം ഇൻഡസ്ട്രിയിൽ നിന്ന് കൊടുക്കുന്ന ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടീസ്, ടാരിഫ് ഇതെല്ലാം കുറയ്ക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് കൺട്രീസിൽ UKയും ഇൻക്ലൂഡഡ് ആണ്.
അത് മാത്രമല്ല, ഈ ഒരു ഓട്ടോമൊബൈലാണെങ്കിലും സർവീസ് സെക്ടറിലാണെങ്കിലും ഒക്കെ ഒരു ലീഡർഷിപ്പായിട്ട് നിൽക്കുന്ന ഒരു കൺട്രിയാണ് UK. അപ്പോൾ ഇന്ത്യ ഇപ്പം അവരുടെ കണ്ടീഷൻസ് അംഗീകരിച്ച് സൈൻ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഈ കൺട്രീസ് എല്ലാം എന്താണ്, ഈ ഓട്ടോമൊബൈലിലാണെങ്കിലും സർവീസ് സെക്ടറിലാണെങ്കിലും ഡോമിനൻറ്റ് പൊസിഷനിൽ നിൽക്കുവാണ്. അപ്പോൾ ഇവർക്ക് ഈ ഒരു ട്രേഡ് എഗ്രിമെൻറ്റിൽ കുറച്ച് ഡ്യൂട്ടീസൊക്കെ കുറച്ച് അവർക്ക് ഈസി ആയിട്ടുള്ളൊരു വേ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൺട്രിയിലുള്ള ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യും, തകരും. അതുകൊണ്ടാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ഇതിനു വേണ്ടി കോംപ്രമൈസ് ചെയ്യാത്തത്. ഇന്ത്യയും UK തമ്മിലുള്ള എല്ലാ എക്സ്പോർട്സും സർവീസ് ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് പേരും എന്താണ്, സർവീസ് സെക്ടറിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള കൺട്രീസാണ്. അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, സർവീസ് സെക്ടറിൽ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, യൂറോപ്യൻ യൂണിയനിലെ കൺട്രീസ് ആണെങ്കിൽ UKയുടെയും ആവശ്യങ്ങൾ അംഗീകരിക്കാത്തത്, അതൊന്നും ലിബറലൈസ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്. എന്നാൽ UK തിരിച്ചെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസ റൂൾസ് വളരെ ടഫാണ്, ഇമിഗ്രേഷൻ ലോസൊക്കെ വളരെ ടഫായതുകൊണ്ട് തന്നെ ഇവിടുത്തെ സർവീസ് എക്സ്പേർട്ടിന് അവിടെ ഒരു ഫ്രീ മൂവ്മെൻറ്റ് നടത്താൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ തന്നെയും ജോബ് കിട്ടാതെ വരുമ്പോഴേക്കും ഈ ഒരു വിസ റൂൾസും ഇമിഗ്രേഷൻ ലോസ് കാരണം അവർ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യാണ്, തിരിച്ച് നമ്മുടെ കൺട്രിയിലേക്ക് ജോബ്ലെസ് ആയിട്ട് വരുവാണ് ചെയ്യുന്നത്. സോ രണ്ട് കൺട്രീസും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. പക്ഷേ ഈ ഒരു പ്രശ്നം ഒഴിച്ചാൽ രണ്ട് കൺട്രീസും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് തന്നെ എന്താണ്, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പം റീസെൻ്റ്ലി കുറച്ച് ലിമിറ്റഡ് എഗ്രിമെൻറ്റ്സ് ഇന്ത്യയും UKയും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാർമസിയിൽ, പെട്രോളിയം സെക്ടറിൽ, ഫിനാൻഷ്യൽ ടെക്നോളജി സെക്ടറിൽ, ഡിഫൻസ് പ്രൊട്ടക്ഷനിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, പരസ്പരം ടൈപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ലിമിറ്റഡ് എഗ്രിമെൻറ്റിലൂടെ എന്താണ് ഇന്ത്യയും UK റിലേഷൻഷിപ്പ് ബെറ്റർ ആവുമെന്നാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് ഈ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് പറയുന്നത്, ചേഞ്ചിങ് കോണ്ടൂർസ് ഓഫ് ഇന്ത്യ ആൻഡ് UK ടൈസ്. നെക്സ്റ്റ് ന്യൂസ് ജോഗ്രഫി ബേസ്ഡ് ആണ്. ഒരു ഇമേജ് കാണാം ഹിന്ദു ന്യൂസ് പേപ്പറിൽ, റെഡ് ഹിൽ റിസർവോയർ ഇൻ ചെന്നൈ. ഈ റിസർവോയറിനെ പറ്റിയും മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിസർവോയർ ചെന്നൈയിലാണ്, ഇതൊരു റെയിൻഫെഡ് റിസർവോയർ ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആണ്. സ്റ്റേറ്റ് ഓൺ അലേർട്ട് ആസ് ഫിയർ ഓഫ് ബേർഡ് ഫ്ലൂ ഗ്രോസ്. നമുക്കറിയാം ഇന്ത്യയിൽ ബേർഡ് ഫ്ലൂ അല്ലെങ്കിൽ ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസിൻ്റെ ഔട്ട്ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, കേരള, ഹിമാചൽ പ്രദേശ്. ഇതൊരു പകർച്ചവ്യാധിയാണ്, ബേർഡ്സുകളിൽ കാണപ്പെടുന്നൊരു പകർച്ചവ്യാധിയാണ്. ഇൻഫ്ലുവൻസ ടൈപ്പ് എ വൈറസാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പം കൂടുതലായിട്ടും ബേർഡ്സിലും, അക്വാറ്റിക് ബേർഡ്സിലും ഉണ്ട്, പൗൾട്രി ഫാംസിലും ഉള്ള ബേർഡ്സിനെയും ഇത് ബാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസസിനെല്ലാം എന്ത് ചെയ്യുന്നു, ഓരോ വർഷം കഴിയുമ്പം മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പം മ്യൂട്ടേഷൻ സംഭവിക്കുമ്പം ബേർഡ്സിൽ രോഗലക്ഷണങ്ങൾ കാണിക്കത്തില്ല. അപ്പോൾ ഇവരുടെ ഡ്രോപ്പിങ്സ് വഴി ഇതെന്ത് ചെയ്യും, എല്ലായിടത്തും പകരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പം മൈഗ്രേറ്ററി ബേർഡ്സൊക്കെ എടുക്കുകയാണെങ്കിൽ അറൗണ്ട് വേൾഡിൽ അവർ ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ സ്പ്രെഡ് എത്രത്തോളം വൈഡ് ആവുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ബേർഡ്സിൽ നിന്ന് മാമൽസിലേക്ക് പകരുന്നുണ്ട്. പിഗ്സ്, ഹോഴ്സസ്, ക്യാറ്റ്, ഡോഗ്സ് ഇവരിലേക്കെല്ലാം പകരാൻ സാധ്യതയുണ്ട്. പരിഹാരമാർഗ്ഗം ഒന്നേ ഉള്ളൂ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബേർഡ്സിനെ നീക്കം ചെയ്യുക. പിന്നെ ഈ ഇൻഫ്ലുവൻസ വൈറസ് ഹ്യൂമൻസിലേക്ക് പകരാനുള്ള സാധ്യത വളരെ റെയറാണ്. ഈ ഔട്ട്ബ്രേക്ക് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് 1997 ഹോങ്കോങ്ങിലായിരുന്നു. ആ സമയത്ത് വൈറസിൻ്റെ സ്ട്രെയിൻ H5N1 ആയിരുന്നു. പിന്നീട് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അത് H5N2, H5N8 ആയിട്ട് മാറി. ഇപ്പോഴത്തെ കറണ്ട് ഔട്ട്ബ്രേക്കിൽ H5N8 വൈറസാണ് വന്നേക്കുന്നത്. ഇനി നമ്മുടെ ഇതിൻ്റെ ഗ്ലോബൽ പബ്ലിക് കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇത് പകരത്തില്ല. അതുപോലെ തന്നെ എന്താണ്, കുക്ക്ഡ് ആയിട്ടുള്ള പൗൾട്രി ഫുഡ് കഴിച്ചാൽ ഈ വൈറസ് നമുക്ക് ബാധിക്കാനും സാധ്യതയില്ല. പിന്നീട് അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട്, ഹീറ്റ് സെൻസിറ്റീവ് ആണ് ഈ വൈറസ്. അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, വൈറസ് നശിച്ചു പോകും. പക്ഷേ ഈ മ്യൂട്ടേഷൻ ഒരു സീരിയസ് കൺസേൺ ആണ്. യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി പറഞ്ഞിട്ടുണ്ട്, ഒരു ബേർഡ് ഫ്ലൂവും ഹ്യൂമൻസിൽ കാണപ്പെട്ടിട്ടില്ല. പക്ഷേ അഥവാ വന്നു കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് മ്യൂട്ടേഷൻ വന്നിട്ടുള്ള വൈറസുകൾ വന്നു കഴിഞ്ഞാൽ ഹ്യൂമൻസിൽ മെയിനായിട്ട് ബാധിക്കുന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ആയിരിക്കും. സോ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത്, ഈ പൗൾട്രി ഫാമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ
ആൻറ്റിവൈറൽ ഡ്രഗ്സ് എടുക്കണം, അത് മാത്രമേ ഉള്ളൂ അവർക്കൊരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. ആൻറ്റിവൈറൽ ഡ്രഗായിട്ടുള്ള ഒസെൽറ്റാമിവർ. അതുപോലെ തന്നെ US FDA അപ്രൂവ് ചെയ്തിട്ടുള്ളൊരു വാക്സിനുണ്ട് H5N1 വൈറസിന് വേണ്ടി. അതും അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു വാക്സിനും നമുക്കുണ്ട്. ഒരു വലിയ ഔട്ട് ബ്രേക്ക് ആയിട്ട് മാറുവാണെങ്കിൽ, അഥവാ ഇനി ഹ്യൂമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല, അങ്ങനൊരു കേസ് ഉണ്ടെങ്കിൽ US ഓൾറെഡി തന്നെ ഒരു വാക്സിനും FDA അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ പൗൾട്രി ബേർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള വാക്സിനേഷൻ സ്ട്രാറ്റജി എല്ലാം അഡ്വൈസ് ചെയ്യുന്നത് വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്ത് ആണ്. നെക്സ്റ്റ് ന്യൂസ് എക്കണോമിയും എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. പ്രൈം മിനിസ്റ്റർ ഇനാഗുറേറ്റ് കൊച്ചി മംഗളൂരു LNG പൈപ്പ് ലൈൻ. അപ്പം ഹോമിലേക്കാണെങ്കിലും ഇൻഡസ്ട്രീസിലേക്കാണെങ്കിലും നാച്ചുറൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണിത്. അപ്പോൾ ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആംബിഷ്യസ് പ്രോജക്റ്റ് ആയിട്ടുള്ള വൺ നേഷൻ വൺ ഗ്യാസ് ഗ്രിഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മുടെ ഇന്ത്യ ഒരു ഗ്യാസ് ബേസ്ഡ് എക്കണോമി ആയിട്ട് മാറാൻ വേണ്ടിയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ചീപ്പറായിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്യൂവൽസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഒരു എനർജി സഫിഷ്യൻ്റ് ആവാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എനർജി ബാസ്ക്കറ്റിൽ മുമ്പ് 6% ഇൻവെസ്റ്റ് ആയിരുന്നു. 2030 കൂടി അത് 15% ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ വൺ നേഷൻ വൺ ഗ്യാസ് ഗ്രിഡ് പ്രോജക്റ്റിൻ്റെ അണ്ടറിൽ ഒരുപാട് എനർജി ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമാണ് പെട്രോളിൽ 20% എത്തനോൾ മിക്സ് ചെയ്യുന്നതിനെ പറ്റി ഉള്ളത്. പിന്നീട് അതുപോലെ തന്നെ ഏറ്റവും വേൾഡിലെ ലാർജസ്റ്റ് ഹൈബ്രിഡ് എനർജി പ്ലാന്റ് ഗുജറാത്തിൽ കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിൻഡ് എനർജി സോളാർ എനർജി കമ്പൈൻ ചെയ്തിട്ടാണ് ആ പ്രോജക്റ്റ് വരുന്നത്. ഇതെല്ലാം ഈ ഒരു വൺ നേഷൻ വൺ ഗ്യാസ് ഗ്രിഡ് പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു എനർജി സഫിഷ്യൻ്റ് എന്ന് പറയുന്ന ആ ഒരു ആംബീഷ്യസ് പ്രോജക്റ്റിൻ്റെ എഫക്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1978 തൊട്ട് 2014 വരെ നോക്കുവാണെങ്കിൽ ഏകദേശം 15,000 കിലോമീറ്റർ പൈപ്പ് ലൈൻ നമ്മൾ കൺട്രിയിൽ എമ്പാടും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം 2014 ശേഷം അത് 16,000 കിലോമീറ്ററായിട്ട് കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ രാജ്യത്തിലെ CNG സ്റ്റേഷൻസിൻ്റെ എണ്ണം നോക്കുവാണെങ്കിൽ 92 തൊട്ട് 14 വരെ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 900 CNG സ്റ്റേഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. 2014 ശേഷം അത് 1,500 ഉയർന്നു. ഈ ഒരു പൈപ്പ് ലൈനിലൂടെ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി മാത്രമല്ല സപ്ലൈ ചെയ്യുന്നത്, അതുപോലെ ഇൻഡസ്ട്രീസിനെയും ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി, പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി, ഈ ഇൻഡസ്ട്രീസിലെല്ലാം ഈ പൈപ്പ് ലൈൻ പ്രോജക്റ്റ് ഹെൽപ്ഫുള്ളാണ്. ന്യൂസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇക്കോളജി ബേസ്ഡ് ആണ്. 2-day ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസ് ഓഫ് 2 ഫ്ലൈയിങ് സ്റ്റാർട്ട്. കൊറിങ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി ആന്ധ്രാപ്രദേശിൽ ഈ ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസ് നടത്തുകയുണ്ടായി. ബോംബെയിൽ നിന്ന് വന്ന എക്സ്പേർട്ടാണ് നടത്തിയിട്ടുള്ളത്. നാഷണൽ ഹിസ്റ്ററി സൊസൈറ്റിയും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനും കൂടി ടൈപ്പ് ചെയ്തിട്ടാണ് ഈ സെൻസസ് നടത്തിയിരിക്കുന്നത്. ഈ സെൻസസിൽ ഇന്ത്യൻ സ്കിമ്മറിനെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എൻഡേഞ്ചേർഡ് ലിസ്റ്റിലാണ് IUCN ഇന്ത്യൻ സ്കിമ്മറിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ബേർഡ് ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ വാട്ടർ ബേർഡ്സ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തത് ഈസ്റ്റ് കോസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യയിലാണ്, എസ്പെഷ്യലി ഗോദാവരി ബെൽറ്റ്. അപ്പോൾ ഈ ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള വാട്ടർ ബേർഡിൻ്റെ സെൻസസ് നടത്തുന്നത് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നത് വെറ്റ്ലാൻഡ് ഇൻ്റർനാഷണലാണ്. ഇതൊരു ഗ്ലോബൽ കൺസർവേഷൻ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറ്റ്ലാൻഡിൻ്റെ ഹെൽത്ത് പാലിക്കുന്നതിൽ ഒരു കീ ഇൻഡിക്കേറ്ററായിട്ട് വാട്ടർ ബേർഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ ബേർഡ്സിൻ്റെ ഒരു സെൻസസ് എടുക്കാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ വാട്ടർ ബേർഡ് സെൻസസ് വെറ്റ്ലാൻഡ് ഇൻ്റർനാഷണൽ കൊണ്ടുവരികയാണ്. അപ്പോൾ കൊണ്ടുവരുമ്പം റീജിയണൽ ബേസിസിലാണ് നടത്തുന്നത്. അപ്പോൾ ഏഷ്യയിലുണ്ടാവും, ഓസ്ട്രേലിയയിലുണ്ടാവും, വെസ്റ്റേൺ ആഫ്രിക്കയിലുണ്ടാവും, യൂറോപ്പിലുണ്ടാവും. അങ്ങനെ ഈ ഇൻ്റർനാഷണൽ വാട്ടർ സെൻസസിൻ്റെ ഏഷ്യൻ കമ്പോണൻ്റാണ് ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസ്. ഈ ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസ് 1987 സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ ജാനുവരിയിലുമാണ് ഇത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ റീജിയണൽ ബേസിസിലായതുകൊണ്ട് സിറ്റിസൺ സയൻസ് പ്രോഗ്രാമാണ് ഈ ഒരു സെൻസസ് എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.